ഹലോ വെൽക്കം ടു പ്രിയ റസാഖ് യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ പ്രിയ. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയാണ് കുഞ്ഞാറ്റാ? ആഗ്ര. താജ്മഹൽ കാണാൻ വന്നതാണ്. അതെ, യാത്രാ സഹായി എന്ന് പറഞ്ഞ ടീമിന്റെ മലയാളി യാത്രാ സഹായി. അതെ, ടീമിന്റെ കൂടെ ഇന്ന് താജ്മഹൽ അതല്ല കാണാൻ വന്നതാണ്. എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? ഒച്ചത്തി പറഞ്ഞ കേൾക്കൂലേ, ഈ മൈക്ക് മുത്തി പിടിച്ചിട്ട് പറഞ്ഞു. എന്താ പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ട്രിപ്പ് വരുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെടാണ്ടിരിക്കുക. നമ്മൾ എത്ര സമയമല്ലേ നമ്മള് വീട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ എന്താണ് ഒരു ബെസ്റ്റ് ട്രാവൽ പാർട്ട്ണർ ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആരെങ്കിലും ഈ ഏരിയയിൽ വേണം അല്ലേ? അത് ഫുഡിന്റെ കാര്യത്തിലാണ്. എന്ത് കാര്യം പറയുള്ളു? താജ്മഹൽ കേട്ടിട്ടില്ല പേരിന് മുമ്പ്? ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ട്. താജ്മഹൽ ആരാ ഉണ്ടാക്കിയത്? പണിക്കാർ തന്നെയാണ് അല്ലേ? ഏത് കാലഘട്ടത്തിൽ ഉണ്ടാക്കി അറിയോ? മുഗളന്മാര് കേട്ടണോ? ആരൊക്കെയാണ് മുഗളന്മാരിൽ ആദ്യമായിട്ട്? ബാബർ കഴിഞ്ഞിട്ട് അതിന് മുമ്പ് ഒരാളല്ലേ ഹുമയൂൺ. ആരേലും ബാബർ, ഹുമയൂണ്, അക്ബർ, പിന്നെ ആരാ? ജഹാംഗീർ, ഷാജഹാൻ കഴിഞ്ഞിട്ട് ഔറംഗസീബ്. അവസാന രാജാവ് ആരായിരുന്നു? അറിയപ്പെട്ട അവസാന രാജാവ് ഔറംഗസീബായിരുന്നു അല്ലേ? കുട, ID കാർഡ്, ഇതല്ലാതെ ക്യാമറ, ഇതല്ലാതെ വേറൊന്നും അലൗഡ് അല്ല. അതെ, എത്ര ഗേറ്റ്? 2 ഗേറ്റ് അല്ലേ? 2 ഗേറ്റ് ആണ്. വൃത്തിയുള്ള ഗേറ്റ് KP ഗേറ്റ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. എനിക്ക് ഈ യാത്രയിൽ ഇഷ്ടമായത് ഈ വണ്ടിയാ. ഏത് ഈ വണ്ടിയല്ലേ? ഇത് സൗണ്ടില്ല. ഞാൻ നാട്ടിലെത്തി ഇലക്ട്രിക്കിന്റെ ബൈക്ക് എടുക്കാൻ പോവാ. അറിയില്ല, നല്ല സുഖമുണ്ട്. പിന്നെ കാറും അടിപൊളിയാക്കിട്ട്, ഇതിന്റെ ഇലക്ട്രിക് കാറും. നമ്മള് മറ്റേ മൈസൂർ സൂല് പോകുന്ന വണ്ടി കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ താജ്മഹലിന്റെ ഉള്ളിൽ കയറാൻ 200 റുപ്യന്റെ എൻട്രി ഫീസ് വേറെ ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ട് ഉള്ളിൽ കയറാൻ 200 റുപ്യ അത്രേ. അപ്പൊ ഞാൻ ആദ്യം കയറിയിട്ട് നോക്കട്ടെ, ഫോട്ടോ എടുത്തിട്ട്. 100 കച്ചട. മറ്റേ ഷാജഹാൻ മുംതാസിന് വേണ്ടി പണിത സംഭവം. അപ്പൊ ഷാജഹാൻമാരാദ്യം കേറട്ടെ. കുറെ ഷോപ്പുകൾ കിട്ടാം, ചെറുകിട ഷോപ്പുകൾ. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോ ആരും ഒന്നും വാങ്ങരുത്. ഉള്ളിൽ കയറുമ്പോൾ എന്താ ഷെഫ് അവിടെ കൊടുക്കേണ്ടി വരും. മൊബൈല്, പേഴ്സ്, ക്യാഷ് അല്ലാതെ വേറെ സാധനം അവിടെ അലൗഡ്. ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ താജ്മഹൽ കാണാൻ വരുമ്പോ ഈ ഒരു ടൈമിലല്ലേ, ഇപ്പൊ ഏകദേശം 7 മണി ആയിട്ട് വെയിലുള്ളതെ വരാം. ഈ മാസം നമ്മൾ വരുന്ന ഈ മാസം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ആണ്. ഒക്ടോബർ 6-ാം തീയതി ആണ്, അല്ല 5-ാം തീയതി അല്ലേ? 6-ാം തീയതി. അപ്പൊ നല്ല വെയിലുള്ള സമയമാണ് ഇപ്പോൾ. അത്ര വെയിലുണ്ടെങ്കിലും ചെറിയൊരു ചൂടുള്ള സമയമാണ്. ഏറ്റവും ബെറ്റർ ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ. ഞങ്ങൾ 6:30-7 മണിക്ക് ഇറങ്ങി. ഞങ്ങളുടെ റൂമിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ട്. ഇപ്പൊ ടൈം 7:30. അപ്പോ ഈ ടൈം വരാം, അടിപൊളി ടൈം. എന്താ ചൂടും ഇല്ല വെയിലും ഇല്ല, നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് എന്ത് ചെയ്യാം, കണ്ടിട്ട് വരാം. പക്ഷെ എപ്പോഴന്നെ ക്രൗഡായിട്ട് ഇവിടെ നല്ല ക്രൗഡായി ഇപ്പൊ തന്നെ. ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരമാകും പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പോൾ നന്നായിട്ട് വിശക്കും. അപ്പോൾ നമ്മളൊക്കെ ആദ്യം ചെറുതായിട്ടൊരു ചായ ഒഴിച്ചിട്ട് ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. എന്താ വേണം? സ്വീറ്റ്സ് ഒന്നും വേണ്ട. സ്വീറ്റ് അല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ഒരു ജസ്റ്റ് ഒരെണ്ണറ്റ് വാങ്ങിട്ടേ ചായ കുടിച്ചിട്ട് കയറാം അല്ലേ? ചെറിയ ചായ, നല്ല ഗ്ലാസ്. അപ്പൊ ഞങ്ങൾ താജ്മഹലിന്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ ഒരു ചെറിയ ചായ കുടിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ സംഭവം എന്താണെന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. ഇത് കുറച്ച് സ്പൈസി ആയിട്ട്, ബാക്കിയൊക്കെ മധുരമാണ്. അപ്പൊ അത് കഴിക്കാൻ തോന്നിയില്ല. ഇതൊക്കെ ഗ്ലാസ് നോക്ക്, മണ്ണിന്റെ ഗ്ലാസ്, മട്ടി അല്ലേ? മട്ടി.
കുഞ്ഞാറ്റാ പപ്പടം ഇവിടെ ഇറക്ക്. അപ്പൊ നമ്മൾ എൻട്രിക്ക് എത്തിക്കാണ്. ഇതാണ് എൻട്രി. ഓക്കെ, അതെ. അപ്പൊ നമ്മൾ ഒന്നാമത്തെ കടമ്പ കടന്നിരിക്കുന്നു. അതെ, എൻട്രി എല്ലാം ചെക്കിംഗ് ഉണ്ട്, നല്ല ചെക്കിംഗ്. അതെ, കുട്ടികളടക്കം ചെക്ക് ചെയ്യും അല്ലേ? മിലിറ്ററി. അതെ. പിന്നെ വലിയ ബാഗ് ഒന്നും നമ്മൾ കൊണ്ടുപോയി പറ്റില്ല. ചെറിയ കുഞ്ഞു ബാഗ് ഇല്ലേ, അത് മാത്രമേ പറ്റുള്ളൂ. മറ്റേ വലിയ ബാഗ് കൊണ്ടുവരാൻ റിസ്ക് ആണ് അല്ലേ? അത് കുറെ നേരം ചെക്ക് ചെയ്ത്. ഇത് പൈതൃകല്ലേ? അതെ, മിലിറ്ററി ഒക്കെ നല്ല ചെക്കിംഗ്. അതെ അതെ, നല്ല അടിപൊളിയാണ്. നമ്മൾ പോണ വഴിക്ക് താജ്മഹലിന്റെ ഓരോരോ ഇയറിലെ അല്ലേ, അപ്പോൾ ഓരോ വർഷത്തെ താജ്മഹലിന്റെ ഫോട്ടോസ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ പോണ വഴിക്ക് ഇവിടെയൊക്കെ താജ്മഹലിൻ്റെ റിനോവേഷൻ വർക്ക്സ് നടക്കുന്നതിൻ്റെ കുറേ പിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് റിനോവേഷൻ വർക്ക്സ് കഴിഞ്ഞതിന് ശേഷമാണ് താജ്മഹൽ ഇപ്പോൾ കാണുന്ന ആ ഒരു രൂപത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ താജ്മഹലിൻ്റെ സറൗണ്ടിങ്സിലേക്ക് കടന്നിട്ടുണ്ട്. ഇവിടെ അതാ മങ്കിക്ക് ഡിസ്റ്റൻസ് ഫ്രം മങ്കീസ് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് കുരങ്ങന്മാർ പേടിയായിട്ടാണ്. അമ്മ പേഴ്സൊക്കെ മുറുക്കി പിടിച്ചോ. അപ്പൊ നമ്മള് താജ്മഹലിന്റെ സറൗണ്ടിങ്സിലേക്ക് എത്തിയിട്ടുണ്ട്. താജ്മഹലല്ല അല്ല, എൻട്രി. അതെ, എൻട്രിയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മള്. ഓക്കെ, ഇതെന്ത് വെള്ളക്കല്ലൊന്നും ഇല്ലാത്ത ഉള്ളിലായിരിക്കും അല്ലേ? അതെ, ചരിത്ര സ്മാരകം അല്ലേ? പോയി നമ്മള് ലവ് മാരേജ് ആയിട്ട് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അല്ലേ? എന്നിട്ട് നിങ്ങൾ പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരുന്നു പറയാലോ. ട്രെയിൻ യാത്ര സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് രസമായിട്ട് പോകുന്നത്. അപ്പൊ ഞങ്ങൾ നടന്നിട്ട് ഇതാ ഏകദേശം എൻട്രി ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഓൾഡേ മിനാരം കണ്ടു. അത് നോക്കണ്ട, നിങ്ങൾ ഇവിടെ നോക്കി. അപ്പൊ ഗൈസ്, നമ്മളിതാ താജ്മഹലിന്റെ എൻട്രി. കുഞ്ഞാറ്റത് വെറുതെ കിടന്ന് കറങ്ങി. എന്നോട് ഞാൻ കറങ്ങാൻ പറഞ്ഞു, അവിടെ പോയി കറങ്ങാൻ. താജ്മഹലിന്റെ പോകും. ആ പറയ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് താജ്മഹൽ കാണുന്നത്. നമ്മൾ ഈ ഒരു വലിയൊരു കവാടത്തിന്റെ മുന്നിൽ ആ ഡോറിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ഫസ്റ്റ് ഒരു താജ്മഹലിന്റെ ഏറ്റവും കറക്റ്റ് സെൻട്രൽ പോർഷൻ ആട്ടോ കാണുന്നത്. ആ ഉള്ളിൽ കാണുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഉള്ളിൽ പോയി നോക്കാം. താജ്മഹലാണോ പോവാ? താജ്മഹലിന്റെ ഒരു ഇതുണ്ടല്ലോ ഇവിടെ, ഒരു എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണുള്ളത് ജസ്റ്റ് കാണിക്കാം. എത്ര മതി. മെയിൻ ഗേറ്റ്. ഞങ്ങളിതാ താജ്മഹലിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലും മാത്രം കണ്ടിട്ടുള്ള താജ്മഹൽ നേരിട്ട് കണ്ടിരിക്കുന്നു കേട്ടോ. ഒരു വ്യത്യാസമില്ല, അതേപോലെ തന്നെ. താജ്മഹൽ കാണുമ്പോഴുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ശരിക്കും അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. ഈ ഒരു ലൈഫിൽ താജ്മഹൽ കാണാൻ പറ്റുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അല്ലെങ്കിലും പ്രതീക്ഷകൾക്ക് അപ്പുറമാണല്ലോ ലൈഫ്. അപ്പൊ എല്ലാത്തിനും ദൈവത്തിനോട് നന്ദി പറയുന്നു. അപ്പൊ ഗൈസ്, നമ്മൾ താജ്മഹൽ എത്തി, താജ്മഹൽ കണ്ടു. ഇതേ നിൽക്കുന്നു താജ്മഹൽ. താജ്മഹൽ എന്ന് പറയുമ്പോൾ ഈ ഒരു മാർബിളിൽ കൊത്തിയിട്ടുള്ള ഈ ഒരു ശില്പം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അതിൻ്റെ സറൗണ്ടിങ്സിലായിട്ട് വേറെയും ഒരുപാട് കോട്ടകളൊക്കെ ഉണ്ട്. ചെങ്കല്ലിലൊക്കെ തീർത്തിട്ടുള്ള ഒരുപാട് നിർമ്മിതികളുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ മെയിൻ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്, താജ്മഹൽ. സംഭവം ഞങ്ങൾ ലവ് മാരേജ് ആണെങ്കിൽ ഞങ്ങൾക്ക് താജ്മഹലിൽ വരണം അങ്ങനെയുള്ള ഒരു പ്ലാനിങ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ അൺഎക്സ്പെക്ടഡ്ലി അങ്ങനെ ഒരു പ്ലാനിങ് വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾക്ക്. പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ താജ്മഹൽ ഇതിന്റെ കയ്യിൽ നോക്ക്. അത് വന്നതിൽ സന്തോഷമായി, ഭയങ്കര ഹാപ്പിയാണ്. എല്ലാരും ഇങ്ങനെ താജ്മഹൽ ഇങ്ങനെ തൂക്കി പിടിക്കാറുണ്ടല്ലോ.
കൊന്തോങ്ങി തൂക്കി പിടിച്ചു. എന്തായാലും നല്ലൊരു മൊമെന്റ് ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുഞ്ഞാറ്റ ആകെ അലമ്പാണ്. കുഞ്ഞാറ്റ വീഡിയോ എടുക്കുമ്പോൾ അതിന്റെ ഇടയിൽ കയറിയിട്ടൊക്കെ കൊരങ്ങൻ കിരങ്ങെന്ന് കണ്ട ആകെ ബഹളാണ്. ഞാൻ താജ്മഹൽ ഇങ്ങനെ കാണുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചില്ല, എനിക്ക് വരുന്ന ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ എന്നാ പോവാന്ന് പ്ലാൻ ആയിരുന്നു. പക്ഷെ വന്നപ്പോ മനസ്സിലായി ഇത് മിസ് ചെയ്യരുത്. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു നല്ലൊരു നിർമ്മിതി എന്ന് പറയുമ്പോൾ അത് കാണാതിരുന്ന നഷ്ടം തന്നെയാണ് അല്ലേ? നമ്മൾ ആ കേരളത്തിൽ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് നമ്മളിപ്പോ തമിഴ്നാട്ടിലേക്കൊക്കെ പോകും. കേരള തമിഴ്നാട് വിട്ടിട്ട് വേറെ കളിയൊന്നുമില്ല. ഫസ്റ്റ് കർണാടക എന്താ മൈസൂർ. മൈസൂര്. ഓക്കെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇങ്ങനെ ലോങ് അയച്ചു വരുന്നത്. 2 ദിവസം ട്രെയിനിലിരുന്നു. അതെ, താജ്മഹൽ കാണാൻ വേണ്ടിട്ട്. പക്ഷെ ആ ഇരുത്തം വേസ്റ്റ് ആയില്ല എന്നുള്ളതാണ് സത്യം. അതെ, അടിപൊളിയാണ്. നമ്മളെ കൂടെ കുറെ ആൾക്കാരും ഉണ്ടായിരുന്നു അല്ലെ? മലയാളി യാത്ര സഹായിന്റെ കൂടെ കുറെ ആൾക്കാർ, ഇതൊക്കെ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരാണ്. സെൽഫി എടുത്ത് കളിക്കുന്നത്. അതെ. ഇതിന്റെ സിറ്റോറും കാണിച്ചു കൊടുക്കും. സിറ്റോറൊന്ന് കാണിച്ചു കൊടുക്കും. സിറ്റോറിയാന്ന് കറങ്ങാലേ? ഇവിടെ സിറ്റോറും ഭയങ്കര രസമാണ്. ഒരു കോട്ടയാണ് സിറ്റോർ. ഒരു കോട്ട തീർത്തിട്ടുണ്ട്. പിന്നെ അപ്പൊ നമുക്ക് ഉള്ളിൽ പോയേക്കല്ലേ? അതിന്റെ ഉള്ളിലൊക്കെ എന്നോട് പറഞ്ഞ് ഞാൻ പറഞ്ഞു വെച്ചേക്കുമ്പോ 2 പേരുടെയും ശവകുടീരാണ് ഉള്ളില്. അത് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഉള്ളിൽ കയറി എക്സ്ട്രാ ഫീ ഉണ്ട്. എത്ര? 200. നല്ല നമുക്ക് ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് പോയി നോക്കണ്ടേ അവിടെ? നഷ്ടല്ലേ? അതെ. ഇന്ത്യ ഡ്രസ്സ് കണ്ടിട്ടില്ല അവിടെ ആരോ. അവിടെ അങ്ങനെ ഹിന്ദി കുട്ടികൾ സംസാരിക്കുകയാണ്. എന്തോ മുംതാസിന്റെ ഡ്രസ്സ് മാതിരി ഉണ്ട്. അങ്ങനെ മുംതാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നടന്നു പോയിരുന്നിട്ട്. അപ്പൊ അവര് ഫസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ കഴിഞ്ഞിട്ട് വീണ്ടും കൂടി നോക്കാൻ വേണ്ടിട്ട് ഒരു എക്സൈറ്റ്മെന്റോട് കൂടി വീണ്ടും നോക്കൂലേ? മുംതാസ് എങ്ങാനും അതിന്റെ ഉള്ളിൽ നീറ്റ് വന്നതാന്ന് വിചാരിച്ചിട്ട്. നീ മുംതാസിന്റെ കുട്ടി. അത് വീഴണ്ട, നീ മുന്തുട്ടി. ഇതെന്താ? നമ്മുടെ ഭാര്യക്ക് വേണ്ടിട്ടോ? ഏത് ഭാര്യക്ക് വേണ്ടിട്ട്? പപ്പട ഭാര്യക്ക് വേണ്ടിട്ടോ? കാക്കു, ഈ താജ്മഹൽ നമ്മുടെ ഭാര്യക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തത് അത്രേ. ഫോട്ടോ മൊബൈൽ അയാളൊക്കെ ഇപ്പൊ മരിച്ചു. ഇപ്പൊ ഈ വീട് മാത്രമേ ഉള്ളൂ ഇവിടെ ഓർമ്മയ്ക്ക് വേണ്ടി. അതെല്ലേ? ഓക്കെ. നമ്മള് മരിച്ച അവിടെ ഉണ്ടാവും. അതിന്റെ ഉള്ളിലോ? അല്ല, നമ്മുടെ വീടിലോ? ഇതൊക്കെ നമ്മളെ കൂടെ വന്ന ആൾക്കാരാണ് കേട്ടോ. നമ്മളെ വീഡിയോ എടുക്കാനാ? അതെ. ഞാൻ വെറുതെ നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ. നിങ്ങളിപ്പോ കല്യാണം കഴിഞ്ഞാരാ? ഹണിമൂണ്? ഓരോ ദിവസങ്ങളും ഓരോ ദിവസവും പുതുമോടിയാണ്. ഓരോ ദിവസവും വ്യത്യസ്ത. അതെ അല്ലേ? അല്ല, നിങ്ങള് ഡ്രസ് കോസ്റ്റ്യൂം കണ്ടപ്പോഴേ ഭയങ്കര പെർഫെക്റ്റ്. താജ്മഹലിലൊക്കെ ആണെങ്കിൽ ഇന്നെ ഇത് വരുമോ? അല്ല, ഇന്നെ കണ്ടപ്പോ ആരും മുംതാസ് എനിക്ക് വന്നാന്നൊക്കെ ചോദിക്കണ്ടേ ഈ കോസ്റ്റ്യൂം കണ്ടിട്ട്. അച്ഛൻ ഒരു വാളും കൂടെ അച്ഛാ മതിയായിരുന്നു. ഝാൻസി റാണി. ഞാൻ ചോദിച്ചാ താജ്മഹലിലൊക്കെ ആരെങ്കിലും ഇന്നേ തരുമോ? നിങ്ങളല്ല മറ്റേ തലയെ കെട്ടണം എന്ന് അറിയുന്ന ഒരു സാധനം ബംഗാളികളോടൊന്ന് വാങ്ങണം. പക്ഷേ വേർത്തിയുണ്ട്. കാക്കൂരൊന്നും വെച്ചിട്ടുണ്ട് തലയെ കെട്ടാൻ. പാളി നമ്മുടെ കൂടെ വരുന്ന പേരാന്നുള്ള ബോധം എനിക്ക് ഉണ്ടായില്ല. ഇപ്പൊ ഭയങ്കര അങ്ങനല്ല, നിങ്ങള് മാച്ച് നമ്മൾ രണ്ടാളും മാച്ചാണ്. പക്ഷെ ഇങ്ങോട്ട് കൊടുത്തിട്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ഗ്ലാമറാണ്. കുട്ടിയുടെ അവിടെ കിട്ടാം. ഈ ഫോണൊന്ന് പിടിക്കുവോ? പൊന്നോ, ഫോണൊന്ന് പിടിക്കുവോ? പുതിയ ഹെയർ ബാൻഡ് ഇട്ട് ഇത് വീഡിയോ എടുത്തുണ്ടാവില്ലേ? രണ്ട് ക്യാമറമാനുകള് നിൽക്കണ്ട്. നമ്മള് ചെവിട്ടി വെക്കണ പൂവ് ഫോട്ടോ എടുക്കണായിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ചെവിയിലൊക്കെ വെക്കണ പൂവാണ്. ഒരു കുങ്കുമപ്പൂ അല്ല, ഞാൻ കാണിച്ചുതരാം. അല്ല പിന്നെ ഇത് ആ ഫ്രഷ്. അതന്നെ നിനക്ക് വേണോ? അടുക്കണം അതിൻ്റെ ഉള്ളിൽ. അത് അടുക്കണം. താങ്ക് യു. കാക്കു
ഇതാ ഞാൻ പറഞ്ഞ എസ്തെറ്റിക് ആയിട്ട് ഉപയോഗിക്കാൻ. കണ്ടോ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്ന് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, സൂപ്പർ, അടിപൊളി. ജീവന്റെ ഗ്ലാമറല്ലേ ചെപ്പ് വെച്ചിട്ടാ അതൊന്നുകൂടെ പറഞ്ഞതല്ലേ? അതെ. അപ്പൊ നമ്മള് താജ്മഹലിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ പോയി ഒരു ഫോട്ടോ എടുക്കും. വീട്ടിൽ കാണുമ്പോൾ കുറേ ദൂരം ഉണ്ടെന്ന് നോക്കും, പക്ഷെ നമുക്കൊരു 19 അടി വെച്ചാൽ എത്താവുന്നതേ ഉള്ളൂ താജ്മഹലിന്റെ അടുത്തേക്ക്. അത്ര എടുത്തിട്ടാണ് നിൽക്കണേ. എന്ത് പൊന്നോ, എൻ്റെ കുഞ്ഞാറ്റിക്കുട്ടി ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ കേരളത്തിൽ മാത്രമല്ല, അങ്ങ് വിദേശത്ത് ഫാൻസ് ഉണ്ട് ഗൈസ്. അപ്പൊ ഇത്ര അടുത്തുള്ള താജ്മഹൽ കാണുമ്പോ എന്ത് തോന്നുന്നു കാക്കു? നല്ല സന്തോഷമുണ്ട്. നമ്മുടെ നിഘണ്ടുവിലേ ഉണ്ടായിരുന്നില്ല അങ്ങോട്ട് വരണം എന്നുള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഇത് കണ്ടില്ലെങ്കിൽ ഇത് ഭയങ്കര മിസ്സിംഗ് ആണ്. എന്താ വെച്ചാൽ അതിനുള്ള മുതലുണ്ട് ഇവിടെ. നല്ല രസമുള്ള കുറെ അല്ലേ, കുറെ നല്ല രസമുള്ള നിർമ്മിതികൾ, അടിപൊളി. അതെ, നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു എന്താ പറയാ, ഒരു ടൈം പോണതോ അല്ലെങ്കിൽ അറിയണില്ല അല്ലേ, നമുക്ക് ഇറങ്ങാം അങ്ങനെ തോന്നലൊന്നുമില്ല. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി. യമുന നദീന്റെ വെള്ളത്തിൽ താജ്മഹൽ കാണുന്നു ഗൈസ്. നോക്കുക, കണ്ടാ ഇത് യമുന നദി അല്ലേ? ആ അതിന്റെ പാർട്സ് അല്ലേ ആണ്. അതെ, ഇന്ന് വരുന്ന വെള്ളാണിത്. നമുക്ക് നമ്മളെ ഗൈഡിനോട് ചോദിച്ചോക്കാലോ, നമ്മളെ യാത്രാ സഹായിനോട് ചോദിച്ചോക്കാലോ. അപ്പൊ ഗൈസ് ഞങ്ങൾ താജ്മഹലിന്റെ ഉള്ളിലേക്ക് പോകാൻ പോവാണ്. അതെ, അല്ല താജ്മഹൽ നമ്മൾ പുറത്തുനിന്ന് കണ്ടു, ഇനിയിപ്പോ ഉള്ളിൽ കയറി കണ്ടില്ലെങ്കിൽ മോശമല്ലേ. ഇവിടെ വരെ വന്നിട്ടില്ലേ, എക്സ്ട്രാ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഉള്ളിൽ നമ്മൾ ക്യാമറ അവലോടാണ്. അപ്പൊ ഗൈസ് നമ്മള് താജ്മഹലിന്റെ ഉള്ളിൽ കയറി ഇറങ്ങിയിരിക്കുന്നു. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. നമ്മുടെ മുംതാസിന്റെ ഷാജഹാന്റെ തന്നെ ആയിരിക്കൂലേ അല്ലേ? മുംതാസിന്റെ ഉണ്ടെന്ന് അറിയാം, ഷാജഹാന്റെ രണ്ട് ഇത് ഇല്ലേ, കണ്ടു. പക്ഷെ 200 രൂപയ്ക്ക് ഓവറല്ലേ? ഞാൻ എന്താ വിചാരിച്ചറിയോ, ഇതിന്റെ ഉള്ളിൽ നമ്മള് മറ്റേ വല്ല പാലസ് ഒക്കെ കാണാൻ പോണമായിരിക്കും, കാണാൻ കുറെ കാഴ്ചകളൊക്കെ ഉണ്ടാവും വിചാരിച്ച്. അവരൊന്ന് റൗണ്ട് അടിച്ച് വരും, അത്രേ ഉള്ളൂ. പിന്നെ 200 ഓവറാണ്. ചുറ്റും ക്യാമറകളാണ്. നമുക്ക് മൊബൈലിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ഫോണിലൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അവിടെ വീഡിയോ എടുക്കണവരൊക്കെ അവിടെ വിസിലടിച്ച് ആട്ടി വിടുന്നുണ്ട്. അഥവാ ഒരു ദേഷ്യം പിടിച്ച് ഞാൻ കംപ്ലീറ്റ് ഫോർമാറ്റ് ചെയ്യും. മൊബൈലാണെങ്കിൽ ഫോർമാറ്റ് ചെയ്യും, എറിഞ്ഞു പൊട്ടിക്കുകയും ചെയ്യും, കുഴപ്പമില്ല. മിലിറ്ററി. അതെ, അപ്പൊ ഞാൻ യമുന നദിയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ജസ്റ്റ് നമുക്ക് യമുന നദി യമുന നദി ഇവിടെ. എന്നാലും പണ്ട് ആ ആൾക്കാരൊക്കെ നടന്നിരുന്ന സ്ഥലമാണല്ലോ അല്ലേ? അങ്ങനെയൊക്കെ ഓർക്കുമ്പോ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്. ഷാജഹാൻ ചൂണ്ടിട്ടിരുന്ന പോലെയോ? അങ്ങനെയല്ല, അങ്ങനെ രാജാക്കന്മാര് ഇങ്ങനെ നടന്നിരുന്ന സ്ഥലമാണ് എന്നൊക്കെ അങ്ങനെ ഓർക്കുമ്പോ, കുറെ കാലങ്ങൾക്ക് പിന്നിൽ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ഓർക്കുമ്പോ ഒരു രസം അല്ലേ? അപ്പൊ നമ്മള് താജ്മഹൽ കണ്ടു കഴിഞ്ഞു, ഇവിടുന്ന് ഇറങ്ങുകയാണ്. നല്ല വിശപ്പുണ്ട്. രാവിലെ ഫുഡ് കഴിക്കാത്ത ഒരു ചായ കുടിച്ചു. ഇപ്പൊ 10:30 കഴിഞ്ഞു, 10:30 ആയി, കറക്റ്റ് 10:40 ആയി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ലൊക്കേഷൻ പോവാം. തക്കൂടെ ഉറങ്ങിപ്പോയി അല്ല കുഞ്ഞാറ്റെ വിഷമില്ലേ? കുറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഉണ്ട്. റേറ്റ് കൊഞ്ചം ജാസ്തി. 300 രൂപക്ക് സർപ്രൈസ് ഗിഫ്റ്റ്. നല്ല തരുന്നില്ലേ മാല? ഇത് മാർബിളിന്റെ കല്ലുകളാട്ടോ, മാർബിൾ കല്ല് വെച്ചിട്ടുള്ള മാല. ഇതിക്ക് തന്നെ സെറ്റ് ആയിട്ട് എന്താണ് ബ്രേസ്ലെറ്റും ഉണ്ട്, പിന്നെ കമ്മലും ഉണ്ട്. സർപ്രൈസ് ആയിട്ട് ഞാൻ വിചാരിച്ചില്ല, ഒരിക്കലും വിചാരിച്ചില്ല. കിട്ടുന്നില്ലേ? സർപ്രൈസ് ആയിട്ട് ഞെട്ടി, നല്ല കുട്ടി. താങ്ക് യു. അപ്പം ഞങ്ങളവിടെ താജ്മഹൽ കാണുമ്പോഴേക്കും റയാൻ വന്നിട്ട് വീട്ടിൽ പെരിച്ചാഴി ചാടിയ കിണറൊക്കെ വെള്ളമൊക്കെ മോട്ടർ അടിച്ച് വറ്റിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അവസരത്തിൽ റിയാനോട് നന്ദി പറഞ്ഞു കൊള്ളുന്നു.
അപ്പോൾ നമ്മൾ വന്നപ്പോഴേക്കും കിണറൊക്കെ വറ്റിച്ച് പിന്നെ രണ്ടാമതും ഉറവയൊക്കെ വന്നിട്ട് വെള്ളമൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അതുവരേക്കും ബൈ.